ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചേർത്തല ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പം ഇതാണ് ചേർത്തല മുത്താരമ്മൻ ക്ഷേത്രം കേട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഇത് ഇവിടുത്തെ അമ്മയുടെ, അതായത് ഏട്ടൻ്റെ അമ്മയുടെ തായ് വഴികളിലുള്ളവരെല്ലാം തന്നെ ചെറുപ്പം മുതലേ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ വർഷവും ഉത്സവ സമയത്ത് ഞങ്ങളിവിടെ എത്താറുണ്ട് കേട്ടോ. എല്ലാവർക്കും തന്നെ വരാൻ പറ്റിയില്ലെങ്കിലും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ഇവിടെ വിറക് കൂട്ടിയിട്ടിരിക്കണുണ്ടോ, അത് കനലാട്ടത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ റൂം എടുത്ത ഉടനെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങുക ചെയ്തത് കേട്ടോ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കയറിയതാട്ടോ. പകലത്തെ യാത്രാക്ഷീണവും ചൂടും നല്ല വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളും അതെ, കുട്ടികളും അതെ, അത്യാവശ്യം നന്നായി തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്താഴം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി. നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് ആവോളം വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് മുത്താരമ്മൻ ക്ഷേത്രത്തിൽ ഒന്നുകൂടെ പോയി തൊഴുതു വന്നു. അതുപോലെ തന്നെ വെളവോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും പോയി തൊഴുതു. അതിനുശേഷം തവണക്കടവിലേക്ക് പോവുകയാണ് നമ്മൾ കേട്ടോ. തവണക്കടവിൽ നിന്ന് വൈകത്തേക്ക് ഒരു ബോട്ട് യാത്ര ഉണ്ട്, നല്ലതാണ്, നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ചേർത്തലയിലെ കനാൽ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തവണക്കടവിലാണ് വൈക്കം കായൽ. സാധാരണ യാത്രാ ബോട്ട്, സാധാരണ യാത്ര. തവണക്കടവിലേക്കുള്ള യാത്രയിൽ നമ്മൾ കാണുന്ന ഈ ഒരു പാലം ഉണ്ടല്ലോ, ഇതാണ് ചെങ്ങണ്ട പാലം കേട്ടോ. ഈ ചെങ്ങണ്ട പാലം കടന്നിട്ടാണ് നമുക്ക് തവണക്കടവിലേക്ക് പോകാൻ. ഈ റൂട്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല പച്ചപ്പുണ്ട് രണ്ട് വശത്തും, കണ്ടോ, നല്ല ഭംഗിയുള്ള റോഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ പച്ചപ്പുണ്ടെങ്കിൽ തന്നെ കണ്ണിനൊരു കുളിർമയാണല്ലേ. അത്യാവശ്യം നല്ല ചൂടുണ്ട് പകൽ കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നൊക്കെ പോകുന്നവർക്ക് താങ്ങാൻ പറ്റാവുന്നതിലധികം ഉള്ള ചൂടുണ്ട് ആലപ്പുഴയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താ വെച്ചാൽ ഇത്രയും പച്ചപ്പുണ്ട്, ജലാശയങ്ങൾ ഒരുപാടുണ്ട്, അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇത്രയും ചൂട് എങ്ങനെയെന്നാണ് എനിക്ക് എപ്പോഴും അത്ഭുതം. കായലുകളുടെ നാടാണല്ലേ ആലപ്പുഴ. ഈ ആലപ്പുഴയിൽ പ്രധാന ടൗൺ ആണ് കേട്ടോ ചേർത്തല എന്ന് പറയുന്നത്. അരൂര്, തുറവൂര്, അരൂക്കുറ്റി, എഴുപുന്ന, കഞ്ഞിക്കുഴി, അർത്തുങ്കൽ, വയലാർ ഇതൊക്കെ ചേർത്തല താലൂക്കിൽപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ. ഈ അർത്തുങ്കൽ പള്ളിയിൽ ഞാൻ ഇതിനു മുൻപും പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അർത്തുങ്കൽ പള്ളിയിലും പോയിട്ടുണ്ട്, അർത്തുങ്കൽ ബീച്ചിലും പോയിട്ടുണ്ട്. നല്ല രസമുള്ള ബീച്ചാണ് അർത്തുങ്കൽ ബീച്ച് കേട്ടോ. നല്ല രസം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വരാറുണ്ടല്ലോ, അപ്പോഴൊക്കെ ഞങ്ങൾ അർത്തുങ്കൽ ബീച്ചിലും പോവാറുണ്ട് കേട്ടോ. അർത്തുങ്കൽ പള്ളി കാണാൻ നല്ല തലയെടുപ്പുള്ള പള്ളി കേട്ടോ. പോയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് പോവണേ. പിന്നെ ഈ വയലാറെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താ? വയലാർ രാമ ഓർമ്മയല്ലേ, നമ്മളെ സിനിമ പാട്ടുകളൊക്കെ എഴുതുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരം ഓർമ്മ വന്നിട്ടുണ്ടാവുമല്ലോ. പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പുന്നപ്ര വയലാർ സമരം എന്തായാലും മൈൻഡിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വയലാർ ചേർത്തല താലൂക്കിലാണെങ്കിൽ പുന്നപ്ര പക്ഷേ അമ്പലപ്പുഴ താലൂക്കിൽ പെടുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളീ പോരുന്ന വഴിയിലൊക്കെ KL 32 രജിസ്ട്രേഷൻ കണ്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഈ KL 32 രജിസ്ട്രേഷൻ ഉള്ളതൊക്കെ ചേർത്തല രജിസ്ട്രേഷൻ ആണ് കേട്ടോ. KL 4 ആണ് ആലപ്പുഴ രജിസ്ട്രേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ KL 32 ഒക്കെ ചേർത്തല രജിസ്ട്രേഷൻ വണ്ടികളാണ് കേട്ടോ. അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ തവണക്കടവിലെത്തിയിട്ടോ. അപ്പം അച്ഛൻ അവിടെ ടിക്കറ്റ് എടുക്കാമല്ലേ? അവിടെ നിന്ന് ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട്. ടിക്കറ്റ് എടുത്താൽ ഇത് ട്രാൻസ്പോർട്ടേഷൻ അതോ ടൂറിസ്റ്റിൻ്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെ, ബസ് പോലെ തന്നെ. വൈക്കത്തേക്ക് പോകാനുള്ളത് ഏത് നമ്മളെ കേരള മെട്രോ പോലെ തന്നെ, വാട്ടർ മെട്രോ. ഇത് ബൈക്ക് പാർക്കിംഗ് ആവുന്നത്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാം കേട്ടോ. വെച്ചാൽ
ടിക്കറ്റ് എടുത്തു. ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയില്ലേ? ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ മുതൽ തന്നെ ഈ പ്രാവ് കണ്ടു. ഈ പ്രാവ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പിന്നെ അതിന് മടുക്കുമ്പോൾ ഒന്ന് പറന്നു പോകും. അതേ വഴി വീണ്ടും പറന്ന് അവിടെ തന്നെ വന്നിരിക്കും. നല്ല രസമുണ്ടായിരുന്നു അവരെ നോക്കിയിരിക്കാൻ. പിന്നെ ഈ കായൽ, അതുപോലെ ഈ വെള്ളം ഇവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലെ കായലും കടലും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കായലും കടലും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, കുട്ടികൾക്കും ഏട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ പറയുക, ഈ ആലപ്പുഴേൻ്റെ പ്രത്യേകത പറയുമ്പോഴേ, ആലപ്പുഴനെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിശേഷിപ്പിച്ച ആരാന്നറിയോ? ലോർഡ് കേഴ്സൺ ആണ് കേട്ടോ. ലോർഡ് കേഴ്സൺ ആലപ്പുഴേനെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വെനീസിലെ വ്യാപാരി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, സിനിമ പേര് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ വെനീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇൻഡസ്ട്രികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിൽ കയർ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ഉള്ളത് ആലപ്പുഴയിലാണ്. അതുകൊണ്ടായിരിക്കാം അതിനങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടാവുക. അങ്ങനെ ആലപ്പുഴേൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് കട്ട് ചെയ്തിട്ട് മറ്റൊരു ഡിസ്ട്രിക്റ്റിലോട്ട്, മറ്റൊരു ജില്ലയിലോട്ട് നമ്മൾ കയറുകയാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ ബോട്ട് യാത്ര. നമ്മൾ വൈക്കം കോട്ടയം ജില്ലയിൽ പെടുന്നൊരു സ്ഥലമാണല്ലേ. അപ്പോൾ കോട്ടയം ജില്ലയിലേക്കാണ് നമ്മളിനി പോണത്. അങ്ങനെ നമ്മൾ വൈക്കം ബോട്ട് ജെട്ടിയിൽ ഇറങ്ങുവാണ് കേട്ടോ. എന്താ എവിടെ ബേക്കറി കണ്ടാലും ജ്യൂസ് കഴിക്കണ ആശാന് ഇതാ കയറി ഇരിക്കുകയാണ് കണ്ടോ. ജ്യൂസിന് ഓർഡർ ചെയ്തിട്ട് മൂപ്പരങ്ങനെ കുത്തിയിരിക്കുകയാണ്. കിച്ചുട്ടൻ പിന്നെ എന്ത് കഴിക്കാൻ കിട്ടിയാലും അതെല്ലാവർക്കും കൊടുക്കും കേട്ടോ. ഒരു തവണയെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ എല്ലാവരും വായിലും വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു നല്ല സ്വഭാവം എൻ്റെ കുട്ടിക്കുണ്ട്. അങ്ങനെ ചെറുതായൊരു ഫുഡ് അടി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴുണ്ട് അവിടെ ഗ്രാമവണ്ടി എന്നുണ്ട്, KSRTCയുടെ ബസ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായി. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വണ്ടി കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഗ്രാമവണ്ടി കണ്ട് KSRTCയുടെ സർവീസ് കാണുന്നത്. പിന്നെ ഞങ്ങൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിനുള്ളിൽ കയറി. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം നടക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ് വടക്കുപുറത്ത് പാട്ട് എന്ന് പറഞ്ഞിട്ട്. അത് ദേവിയുടെ ചിത്രം അല്ലെങ്കിൽ എന്താ പറയുക, ഈ പൊടി പല വർണ്ണ പൊടികൾ കൊണ്ടുണ്ടാക്കുന്ന കോലം ഉണ്ടല്ലോ, അങ്ങനെ വലിയതായിട്ട് വരച്ചിട്ട് കോലം വരച്ചിട്ട് അത് ദീപാലങ്കൃതമാക്കിയിട്ട് അവിടെ കോടി അർച്ചന നടത്തും. അങ്ങനെ നടത്തുന്ന ചടങ്ങാണ് വടക്കുപുറത്ത് പാട്ട് എന്ന് പറഞ്ഞിട്ട്. അത് 12 വർഷത്തിലൊരിക്കലാണ് നടക്കുക. അങ്ങനെ ഞങ്ങൾക്ക് അറിയ പോലും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടക്കണുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നു എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ഞാനത് അറിയുന്നത് തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം അവിടെ എത്തി എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. ഇപ്പൊ കാണുന്ന ഈ വിഷ്വലില് നിങ്ങളൊരു സ്ക്രീൻ കാണുന്നില്ലേ, ആ സ്ക്രീനിൽ കണ്ടോ ദേവിയുടെ കോലം വരച്ചേക്കണേ? ഇതാണ് നമ്മൾ ആ കെട്ടിയുണ്ടാക്കിയ വേദിക്കുള്ളിൽ കാണുന്നത് കേട്ടോ. അത് അത്രയും ഭയങ്കര വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. വലിയതാണ് ആ കോലം. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു ഫീല് വരും. ഭയങ്കരമായൊരു ഭക്തി ഉള്ളിൽ
നമുക്ക് തോന്നും കേട്ടോ. സത്യം പറയും, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങ് കാണുന്നത്. എന്തൊരു ക്യൂ ആണെന്ന് നോക്കിയ, ആളുകൾ നല്ലോണം തിങ്ങി കൂടിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടം മാതിരി ജനങ്ങളായിരുന്നു. അപ്പോൾ വൈക്കത്തുനിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ, തവണക്കടവിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.